ഓയിൽ ഷോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ വേർ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില 20-30-40% മുകളിലോട്ട് പോകും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഡബിൾ ആകും, ട്രിപ്പിൾ ആകും. ഐ തിങ്ക് ഇറ്റ് ഇസ് അബൌട്ട് ടു ബിക്കം എ റിയാലിറ്റി. ഓയിൽ ഷോക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓയിലിനെ കുറിച്ച് അറിയണം. നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ കറുത്ത ദ്രാവകം ഇസ് നോട്ട് ജസ്റ്റ് ഓയിൽ, ഇറ്റ്സ് എ ലൈഫ് ബ്ലഡ് ഓഫ് ഗ്ലോബൽ എക്കോണമി എന്ന് വേണേൽ പറയാം. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും ഈ ക്രൂഡ് ഓയിലിന്റെ പ്രസൻസ് ഉണ്ട്. നമ്മൾ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ചാവാം, കാലിലിട്ടേക്കുന്ന ചെരുപ്പാകാം, നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ ആകാം, വണ്ടിയിലടിക്കുന്ന പെട്രോൾ, ഡീസൽ, എഞ്ചിൻ ഓയിൽ, നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, മരുന്നുകൾ, ഇതിലെല്ലാത്തിലും ക്രൂഡ് ഓയിലിന്റെ പ്രസൻസ് ഉണ്ട്. ക്രൂഡ് ഓയിലിന്റെ റിഫൈനിങ്ങിനെ പറ്റി ഒരു റഫ് ഐഡിയ കിട്ടാനായിട്ട് തിങ്ക് ഓഫ് ഇറ്റ് ദിസ് വേ. ക്രൂഡ് ഓയിലിന്റെ പല കമ്പോണൻസിനും ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റുകളാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിനെ പല ടെമ്പറേച്ചറുകളിൽ ചൂടാക്കുമ്പോൾ വരുന്ന വേപ്പറുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ നമുക്ക് ജെറ്റ് ഫ്യൂവൽ, പെട്രോൾ, ഡീസൽ ഈ വക സാധനങ്ങളൊക്കെ കിട്ടും. ഇനി ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് ക്രൂഡ് ഓയിലിന്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരും. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് റിസർവ് ആയിട്ടുള്ള വെനിസ്വേലയിൽ നിന്നും എടുക്കുന്ന ഓയിൽ കൂടുതൽ ഡെൻസർ ആണ്, ഹൈലി ഇമ്പ്യൂരിറ്റീസ് ഉള്ളതാണ്. വേറാസ് മിഡിൽ ഈസ്റ്റിൽ നിന്നും എടുക്കുന്ന ഓയിൽ മച്ച് മോർ ലൈറ്റർ ആണ്, ഈസിയർ ടു ഹാൻഡിൽ ആണ്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചും ഇമ്പ്യൂരിറ്റീസ് കൂടുന്നതിനനുസരിച്ചും ഹാൻഡ്ലിംഗ് പ്രോസസ്സും ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഈ ക്രൂഡ് ഓയിൽ ക്യാരി ചെയ്തുകൊണ്ട് വന്ന കപ്പലുകൾ വളരെ വെയിറ്റ് ഉള്ളതായതുകൊണ്ട് ഇറ്റ് മൂവ്സ് വെരി സ്ലോലി. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇറ്റ് ടേക്സ് നിയർലി 2 to 3 weeks ഫോർ എ കപ്പൽ ടു റീച്ച് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. ഇനി ഒരു നോർമൽ ഡേ ആലോചിച്ച് നോക്ക്. എല്ലാ ഓയിൽ സോഴ്സസിൽ നിന്നും പോകുന്ന കപ്പലുകൾ കൃത്യമായി റിഫൈനറീസിൽ എത്തുന്നു, അത് അവിടുന്ന് റിഫൈൻ ചെയ്യപ്പെടുന്നു, പെട്രോളിയം പ്രോഡക്ട്സ് ആളുകൾ മേടിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡൻ US ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ US അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ GCCനെ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് തൽക്കാലം ആ വഴിക്ക് പോകണ്ട. US